നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോൾ വലിയ ചർച്ചയാണ്. നെയ്മർ 100% ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ടീമിൽ എടുക്കുകയുള്ളൂ എന്ന് വീണ്ടും നിലപാട് വ്യക്തമാക്കുകയാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി. മുമ്പുള്ള പത്രസമ്മേളനങ്ങളിലും മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നെയ്മർ മാത്രമല്ല, ആരാണെങ്കിലും 100% ഫിസിക്കലി ഫിറ്റ് ആവണം. നെയ്മർ ഇപ്പോൾ ഫിറ്റ്നസ് തിരികെ പിടിച്ച് തൻ്റെ കളി പുനരാരംഭിച്ചിട്ടുണ്ട്. 90 മിനിറ്റ് ഇപ്പോൾ 2 കളികളിൽ തുടർച്ചയായിട്ട് കളിച്ചു. വാസ്കോ ഡി ഗാമയ്ക്കെതിരെ സീരിയയിൽ കിടിലൻ പ്രകടനം നടത്തി 8 ഗോളുകൾ നേടി. അപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും നെയ്മർ ടു വേൾഡ് കപ്പ് എന്നുള്ളത് ഒരു ചർച്ചയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് നെയ്മർ ഐഡലായി കാണുന്ന റോഡ്രിഗോയോട് ഇതേ ചോദ്യം വരുന്നത്. നെയ്മർ വേൾഡ് കപ്പിനുണ്ടാവുമോ? നെയ്മർ വേൾഡ് കപ്പിന് എടുക്കണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹത്തിൻ്റെ മറുപടി, ഇതിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഓഫ് കോഴ്സ് നെയ്മറെ കൊണ്ടുപോകണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ഒരു സംഗതി ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. ദർ ഈസ് നോ റൂം ഫോർ ഡിസ്കഷൻ. ഒരു ചർച്ചയും വേണ്ട. നെയ്മറെ നേരിട്ടങ്ങ് കൊണ്ടുപോകും. ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ നെയ്മറോട് കൂടെയാണ്. നെയ്മർ ഞങ്ങളോടൊപ്പം വേൾഡ് കപ്പിന് ഉണ്ടാവണം. ബട്ട് എനിക്കിതിലൊന്നും ചെയ്യാനില്ല. വിന്നിങ് വിത്തൗട്ട് ഹിം, നെയ്മർ ഇല്ലാതെ വിജയിക്കുക എന്നുള്ളത് അത്ര ഒരു ഫണ്ണായിട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ റോഡ്രിഗോ പറഞ്ഞത്. അതായത് വിന്നിങ് വിത്തൗട്ട് ഹിം വുഡൻ ബി ആസ് ഫൺ എന്ന് പറയുന്നുണ്ട്. സോ നെയ്മർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാണ്. ഒന്നുകൂടി നല്ല രൂപത്തിൽ ബ്രസീൽ ടീമിന് വിജയിച്ച് കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് അവിടെ റോഡ്രിഗോ പങ്കുവെക്കുന്നത്. നെയ്മർ ഉള്ള ബ്രസീലും നെയ്മർ ഇല്ലാത്ത ബ്രസീലും തമ്മിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസമുണ്ട്. നെയ്മറുടെ ക്വാളിറ്റി അതാണ്. ഏത് ഡിഫൻസിനെയും അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ട് പിച്ച് ചീന്താൻ പറ്റും. അത് ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള മറ്റ് മുൻനിര താരങ്ങളും ഉണ്ടെങ്കിൽ ബ്രസീലിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇന്നലെ മിറാൻഡ പറഞ്ഞില്ലേ, മുൻ ബ്രസീലിയൻ താരം അത്ലറ്റിക്കോ മാഡ്രിഡിനൊക്കെ കളിച്ചിരുന്ന ഡിഫൻഡർ മിറാൻഡ, നെയ്മർ ജൂനിയർ വെറും 15 മിനിറ്റ് കളിക്കുകയാണെന്ന് വെച്ചോ, എന്നാൽ പോലും അവനെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം. കാരണം അതാണ് അവൻ്റെ ഇമ്പാക്റ്റ് അതാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. അവൻ്റെ ഫിറ്റ്നസ്സിൽ വലിയ രൂപത്തിലുള്ള ഒരു ആശങ്ക ഒന്നും വെക്കേണ്ട കാര്യമില്ല. അവനെ കൊണ്ടുപോകുന്നതാണ് ബ്രസീലിന് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറാൻഡ. ഏതാണ്ട് അതേ ലൈനിലാണ് റോഡ്രിഗോയും. നെയ്മർ വേൾഡ് കപ്പിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് പോലും ഇടമുള്ള വിഷയമല്ല. കാരണം നെയ്മർ വേൾഡ് കപ്പിന് കൊണ്ടുപോയേ പറ്റൂ എന്നാണ് റോഡ്രിഗോയുടെ അഭിപ്രായം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.